ഹലോ ഡിയേഴ്സ്, കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കരിക്കും വെള്ളം കൊണ്ട് കള്ളപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കള്ളപ്പം ഉണ്ടാക്കാനായിട്ട് കരിക്കിൻ വെള്ളവും ഈസ്റ്റും പഞ്ചസാരയും കൂടെ കുതിരാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ് കേട്ടോ. പിന്നെ ചുമന്നുള്ളിയും ജീരകവും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പത്തിന് അരയ്ക്കാനായിട്ട് കേട്ടോ. ഞാൻ അരി വെള്ളത്തിലിടാൻ ഇത്തിരി താമസിച്ചായിരുന്നേ. ഞാനൊരു 5 മണി 6 മണിയപ്പോഴാണ് ഞാൻ അരി വെള്ളത്തിനാണ് ഓർത്തത് കേട്ടോ വൈകിട്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ പച്ചരി കഴുകാരി ഇട്ടിരുന്നതാണ് കേട്ടോ. ഇതിപ്പം സമയം ഒരു 9:45 ആവണം കേട്ടോ. അപ്പോൾ ഞാനിത് അരയ്ക്കാൻ പോവുകയാണ്. നമ്മൾ പച്ചരി കുതിർത്ത് ഇട്ടിരുന്ന വെള്ളമില്ലേ, ആ വെള്ളം കളയരുത് കേട്ടോ. ആ വെള്ളം ഞാൻ കളയാറില്ല കേട്ടോ. ആ വെള്ളത്തിൽ തന്നെയാണ് അരി അരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കരിക്കിൻ്റെ വെള്ളം ചേർക്കുന്നത് കേട്ടോ. അപ്പം ഇത് അരച്ചെടുക്കട്ടെ. അപ്പം മാവ് അരച്ചെടുത്തിട്ടുണ്ട്. അതായത് പച്ചരിയും ചുമന്നുള്ളിയും ജീരകവും ഇട്ടത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറും അവലും ചേർക്കണേ. അവൽ ചേർക്കുന്നത് 2 തേങ്ങ അരയ്ക്കുന്നതിനും കച്ചുന്നതിനും പകരമായിട്ടാണ്. പച്ചരിക്ക് 1 കപ്പ് അവൽ എടുത്തത്. അപ്പോൾ ഇത് അരക്കപ്പായിട്ടാണ് ഞാൻ 2 കപ്പ് അവലും ഇട്ടത് കേട്ടോ. ചോറ് അരയ്ക്കട്ടെ. ഇതിലേക്ക് ചോറ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അവലിടണം. അപ്പോൾ ഞാൻ അവലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താണ് കേട്ടോ. അപ്പോൾ ആ ഒരു കട്ട് കുറവാണ്, എന്നാലും ഒന്നുകൂടെ മയം കിട്ടും അരയ്ക്കാനാട്ടെ, വേഗം അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചോറിലേക്ക് ഞാൻ അവലിട്ട് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോണ വെള്ളം പഞ്ചസാരയും ഈസ്റ്റും പിന്നെ നമ്മൾ എന്താ പറയുക, കരിക്കും വെള്ളമില്ലേ, കരിക്കും വെള്ളം പഞ്ചസാരയും ഈസ്റ്റും കൂടെ കലക്കി വെച്ചിരുന്നേ, ആ വെള്ളമാണ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതും അരച്ചെടുക്കാം കേട്ടോ. അവലും ചോറും ഈസ്റ്റും കരിക്കും വെള്ളവും എല്ലാം കൂടെ കലർത്തിയ ഒരു വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നേരത്തെ ഒഴിച്ച കലത്തിലേക്ക് പച്ചരി അരച്ച മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബ്ലേഡിലൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന മാവില്ലേ, അതൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടേ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അതും കൂടി ഒന്ന് കറക്കിയെടുക്കട്ടെ. അപ്പോൾ അതും ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് അപ്പോൾ ആ ബ്ലേഡിൽ ഒട്ടിയിരിക്കുന്നതൊക്കെ ഇങ്ങനെ ഇളകി കിട്ടുവേ. വേണ്ട, ഇപ്പം ബ്ലേഡിലൊന്നുമില്ല കേട്ടോ. ഈ സൈഡിൽ ഇരിക്കുന്നതോടെ ഇങ്ങനെ വടിച്ചെടുക്കുവാണ്. ഒത്തിരി വെള്ളം കൂടിപ്പോവാൻ പാടില്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കട്ടെ. ഇളക്കി എടുത്തിട്ടുണ്ട്. വെള്ളം കൂടാൻ പാടില്ല കേട്ടോ. ഇനി നമുക്കത് മൂടി വെക്കാം. രാവിലത്തെയാണ് കേട്ടോ. ഇത് മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രിയിൽ 6 മണിക്കാണ് പച്ചരി ഞാൻ കുതിര ഇട്ടിരുന്നത് കേട്ടോ. എന്നിട്ട് ഒരു 10 മണിയായപ്പോൾ ഞാൻ അരച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടേ. അപ്പോൾ അത് കരിക്കിൻ്റെ വെള്ളമായിട്ട് അരച്ച കാരണം ഒരു
കല്ലിൻ്റെ പോലത്തെ ഒരു സ്മെല്ലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തേങ്ങ ചേർത്തിട്ടില്ല, കപ്പി കാച്ചിട്ടില്ല. പകരം നമ്മൾ അവലാണ് ചേർത്തിരുന്നത്. അവലും ചോറും മാത്രം അരച്ച് തരുന്നത്. പിന്നെ ഇച്ചിരി ജീരകവും ചുമന്നുള്ളിയും ചേർത്തിരുന്ന് അരച്ച്. ഭക്ഷണം കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചേക്കുവാണേ. ദോശയല്ല, അപ്പം. നമുക്ക് ചുട്ടെടുക്കാം. പരത്തേണ്ട ആവശ്യമില്ല, അത് തന്നെ വട്ടം കറങ്ങിക്കോളൂ കേട്ടോ. നമ്മൾ പരത്താണ്ട് തന്നെ അതിൻ്റെ ഒരു ഷേപ്പിൽ വരും. നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ കരിക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് ഇതുപോലെ അപ്പം ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.